ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പോർക്ക് കറി ഉണ്ടാക്കാം. നമ്മൾ കുക്കറിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് പോർക്ക് വൃത്തിയായി കഴുകി വെക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം പോർക്കിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് കടുകും വലിയ ജീരകവും ഇട്ട് പൊട്ടിയതിന് ശേഷം സവാള, കൊച്ചുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, കറിവേപ്പില ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ എണ്ണയിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആദ്യം ചേർക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ സവാളയും കൊച്ചുള്ളിയും അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒരു കുറച്ചൊന്ന് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടും. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണിത്. അത് നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ വശത്തും മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. തക്കാളി നമ്മൾ മസാലയ്ക്ക് മുമ്പ് ആഡ് ചെയ്താൽ പച്ച ചുവ മാറത്തില്ല. അപ്പം നമ്മൾ മസാലയെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പച്ച ചുവ മാറിക്കിട്ടും. അതിനുശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. തക്കാളി ആഡ് ചെയ്ത ശേഷവും നന്നായിട്ട് മിക്സ് ചെയ്യണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടയണം. നമ്മുടെ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന പോർക്കിനെയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പോർക്കിൻ്റെ എല്ലാ ഭാഗത്തും മസാല വരുന്ന രീതിയിൽ സെറ്റാക്കിയിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിക്കണം. അതിനുശേഷം നമ്മൾ കുക്കറിലോട്ട് അതിനെ ഷിഫ്റ്റ് ചെയ്യണം. കുക്കറിലിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളൊരു പോർക്കിൻ്റെ വേവ് അനുസരിച്ച് ഇതൊരു 2 വിസിലടിച്ചപ്പോഴേ ഓക്കെ ആയി കിട്ടി. അപ്പം നമുക്കൊരു 2 വിസിൽ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ആ ചൂട് കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇത് വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ഡ്രൈ റോസ്റ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ കറിയാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കിക്കോണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഇത് ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഗരം മസാലയും എല്ലാം ഇട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്യണേ.